കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച വൈകിട്ട് 5:30-നും ശനിയാഴ്ച രാവിലെ 10-നും പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ തോമസ് ഊട്ടി വ്രത ശുശ്രൂഷിക്കുന്നു. Dr. Matthew Kuruvilla in London, December 12, Friday, time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788 307 5018. December 13 and 14, Saturday and Sunday, time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and deliverance meeting. Croydon Tabernacle, 3840, Parsons Mead, West Croydon. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്കൊന്നിച്ച് വീണ്ടും ആയിരിക്കാൻ കർത്താവ് അനുവദിച്ച് തോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു മതത്തിലുള്ള വിശ്വാസമല്ല, ചില ആചാരങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശ്വാസമല്ല, മറിച്ച് ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ജോയ്, സന്തോഷം, മഹാസന്തോഷം, സമാധാനം, ജീവിതത്തിൽ ഉള്ള അവസ്ഥകളിൽ തൃപ്തിയായി നടക്കുന്ന അനുഭവം, ജോയ് ദാറ്റ് നെവർ സീസസ്, ദർ ഇസ് നോ വറി ആസ് സച്ച്. കാര്യം ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ മിറക്കിൾ is that we have crossed from death to life. മരണത്തിൽ നിന്നും ജീവനിലേക്ക് നമ്മൾ കടന്ന് കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ, നിത്യത, എവർലാസ്റ്റിംഗ് ലൈഫ് ഇനി നമ്മുടെ സ്വന്തമായിരിക്കുക. വി ആർ നോട്ട് അഫ്രെയ്ഡ് ഓഫ് എനിത്തിങ് ബിക്കോസ് ദ വൺ ഇൻ us is greater. ഈ ലോകത്തിൽ നമ്മൾ ജയാളികളാണ്, ഒരിക്കലും താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ച അതേ ഭാഗത്തിലേക്ക് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ആൻഡ് ദിസ് ഇസ് ദ കോൺഫിഡൻസ് ദാറ്റ് വി ഹാവ്. യേശു ക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പം യേശുയുടെ സ്വന്തം വാമൊഴിയായി യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ എത്താൻ പറഞ്ഞത്, പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ സദാ കേൾക്കുന്നു. യു ഓൾവേസ് ഹിയർ മീ. ഐ നോ ദാറ്റ് ആൻഡ് ഐ താങ്ക് യു ഫോർ ഇറ്റ്. നിങ്ങളുടെയും എൻ്റെയും ഓരോ ഹൃദയത്തിലെ ചലനങ്ങളും പലപ്പോഴും നമ്മൾ ഓർക്കുന്നത്, നമ്മൾ കൂടുതൽ ചിലതിങ്ങനെ പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. മക്കൾ അപ്പനോട് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇറ്റ് ഈസ് ചൈൽഡിഷ്നെസ്, അറിയാൻ മേലാത്ത കാര്യം. എന്നാൽ അപ്പൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയുമ്പം ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ
അപ്പം നോ എന്ന് പറഞ്ഞാൽ അത് എന്തിനാ നോ എന്ന് അറിയാം. ഒരു കാര്യം ചോദിച്ചാൽ ദേ നോ ഹീസ് പ്ലാനിങ് ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു ഗിവ് us ദ ബെസ്റ്റ്. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫാദർ. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ബിക്കോസ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തെ ആഴങ്ങളെ ആരാഞ്ഞ് നമ്മുടെ ഉള്ളിൽ നൽകുന്നവന്. ആൻഡ് ഇറ്റ് ഈസ് ദ ഡിസയർ, ദൈവത്തിൻ്റെ ആഗ്രഹം തന്നെ എല്ലാവരും ആ ഉള്ളിൽ ആ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ആ ധൈര്യം ഉണ്ടായിരിക്കണം. അബ്ബ എന്ന് വിളിക്കുമ്പം കേൾക്കുന്നു എന്നുള്ള ധൈര്യം. ഇന്ന് എനിക്കൊരു പ്രാർത്ഥിച്ച വിഷയം അത് ലഭിച്ചില്ലെങ്കിലും എന്തുകൊണ്ടത് സംഭവിച്ചില്ല, എൻ്റെ ജീവിതത്തിൽ എന്താ നടന്നത്, അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. നടന്നതും നടക്കാത്തതും എല്ലാത്തിനും കർത്താവിന് സ്തോത്രം. കാര്യം എനിക്കറിയാം എല്ലായിടത്തും ഇപ്പോഴും എൻ്റെ പിതാവ് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരാളുടെ അകത്ത് നിത്യജീവൻ വരുമ്പം അയാളുടെ പേര് സ്വർഗത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നിത്യത അയാളുടെ ഉറപ്പായി കഴിഞ്ഞപ്പോൾ ബാക്കി മുഴുവൻ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക് ഫോളോയിങ് ദം. അതാ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും പിന്തുടരും, ഞാൻ പിതാവിൻ്റെ കൂടെ ആയിരിക്കും വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഒന്നുകൂടെ പറഞ്ഞേ, ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാതെ ഒന്ന് ധൈര്യയോടെ ചോണയോടൊന്ന് പറഞ്ഞേ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, കാരണം ഞാൻ പിതാവിൻ്റെ ഭവനത്തിലാണ് വസിക്കുന്നത്. നൗ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോയെടുത്ത് ഞങ്ങൾ അത്ഭുതം ചെയ്യാമെന്ന് പറഞ്ഞല്ല പോയത്, പക്ഷെ അവർ പോയെടുത്ത് അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയിൽ നടന്നു. ദർ ഫോക്കസ് വാസ് ക്രൈസ്റ്റ്. അവരുടെ കൂട്ടായ്മ യേശു ക്രിസ്തുവായിരുന്നു, യേശു ക്രിസ്തുവിനോടുള്ള പ്രണയബന്ധമായിരുന്നു. അവർ കർത്താവിൻ്റെ സന്നിധിയിലിരുന്നത് അടുത്ത ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും നടക്കണം എന്ന് വിചാരിച്ചല്ല. എന്നാൽ അവർ എഴുന്നേറ്റപ്പോൾ പട്ടണം മുഴുവൻ വിടുവിക്കപ്പെടുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. മന്ത്രവാദമൊക്കെ ചെയ്യുന്നവർ അവരുടെ പുസ്തകങ്ങൾ കൊണ്ട് അവർ കത്തിച്ച് കളയുന്നു. ഒരു ഹോൾ പട്ടണം ചലിക്കുക. ശമരിയ പട്ടണം എന്ന് പറഞ്ഞ പട്ടണം ഫിലിപ്പിൽ ചെന്നപ്പോൾ ചലിക്കുക. പക്ഷെ ചലിപ്പിക്കാനല്ല പോയത്, ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വാസ് റൈറ്റ്. ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചില കാര്യം ലഭിക്കാനാണ്. രാവിലെ സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ ഒരു സങ്കീർത്തനമെങ്കിലും യഹോവൻ്റെ ഇടയിൽ നിന്ന് വായിച്ചിറങ്ങുവാണെങ്കിൽ ഒരു ബലമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയതേ ഉള്ളൂ, അതല്ല. പ്രെയർ ബിക്കംസ് എന്നാ പറയേണ്ടത് 24 മണിക്കൂറും 24 hours. നമ്മളാരും ഒരു സെക്കൻഡ് ഇത്രയും നേരം ഞാൻ ശ്വാസം എടുക്കാൻ മറന്നുപോയി എന്ന് പറയാറില്ല. ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ ചിന്തിച്ചാലും ഉറങ്ങുമ്പോഴും ശരീരം ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക, ഓക്സിജൻ എടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ ക്രിസ്തു യേശു മുഖാന്തരം പിതാവാം ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം നിത്യജീവൻ മുഖാന്തരം ഉണ്ടായിരിക്കുക. നൗ മൈ ഫോക്കസ് ഈസ് നോട്ട് വാട്ട് ഐ ക്യാൻ ഗെറ്റ്. The focus is to enjoy. എൻ്റെ ഇന്നത്തെ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചാൽ to enjoy what God has kept for me in this earth and to be His witness. നിത്യജീവൻ ഒരാളിൽ വന്നാൽ പത്രോസ് ഇതിനെക്കുറിച്ച് പറയുമ്പം 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ, and His divine power has given us all things pertaining to life and godliness through the knowledge of Him who called us by glory and virtue, by which we have been given exceedingly great and precious promises, that through these you may be partakers of His divine nature, having escaped the corruption that is in the world. Now, ഇവിടെ പത്രോസ് വളരെ വ്യക്തമായി പറയാം, ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും ഈ നിത്യജീവൻ അല്ലെങ്കിൽ ഹിസ് ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തിനകത്ത് ഇരിപ്പുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ പവർ. പലപ്പോഴും പവർ റിസീവ് ചെയ്യാൻ ആൾക്കാർ എവിടെ വേണമെങ്കിലും പവർ മിനിസ്ട്രി എന്ന് പറഞ്ഞ ആൾക്കാർ ഓടാൻ തയ്യാറാണ്. ആരെങ്കിലും തലേ കൈവച്ച് കഴിഞ്ഞാൽ പവർ വരുമെന്നാണ് വിചാരിക്കുന്നത്. തലേ കൈയും കാലും കൂടെ വെച്ചാൽ പവർ വരത്തില്ല.
ഇറ്റ് ഈസ് ഹിസ് ഡിവൈൻ നേച്ചർ. കർത്താവിൻ്റെ നേച്ചറാണ് പവർ. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളവും നടത്തിയ ആ കപ്പാസിറ്റി, തൻ്റെ വിസ്ഡം, തൻ്റെ എല്ലാം തന്നിലായിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ നല്ല മണം വരുന്നുണ്ടെങ്കിൽ ആ മണം ആ ആളുടെ അല്ല, അടിച്ചിരിക്കുന്ന പെർഫ്യൂമിൻ്റെയാണ്. ആ പെർഫ്യൂമിൻ്റെ മണം കാരണമല്ല അയാളെ ഞാൻ സ്നേഹിക്കുന്നത്, ആ വ്യക്തിയെ ഞാൻ സ്നേഹിക്കുക. സോ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ആം ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ആ നിത്യജീവനകത്തുണ്ട്. എൻ്റെ ഉള്ളിൽ വചനത്തിന് വിപരീതമായ ഒരു കാര്യവും നടക്കത്തില്ല. നടക്കുന്നത് പോലെ തോന്നിയാലും ഐ വിൽ നോട്ട് ബിലീവ് ഇറ്റ്. കാര്യം ദിസ് ഈസ് നോട്ട് വാട്ട് ദ വേർഡ് സേസ്. വചനം പറയുന്നത് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഐ വിൽ സെർച്ച്. അതായത് നിത്യജീവൻ വന്നതോടെ കറപ്ഷൻ, ദ്രവത്വം മാറിപ്പോയി. Now I am becoming from glory to even greater glory. എല്ലാം ദിവസവും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം പിന്തുടരും. ഞാൻ ഒരു ദിവസത്തെക്കാളും മെച്ചമായിരിക്കും അടുത്തത്. ഇതിനെക്കുറിച്ചുള്ള അറിവ്, ദ നോളജ്, അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ്. സമാധാനം വർദ്ധിക്കുമാറാകട്ടെ. എങ്ങനെയാണ്? ബൈ ദ നോളജ് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് ദൈവമാരാനും ദൈവപുത്രനായ യേശു ക്രിസ്തു ആരാണെന്നും മരണ പുനരുദ്ധാനം മുഖാന്തരം തൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ വന്നത് കൊണ്ട് ആ ദിവ്യ സ്വഭാവം, ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും പലപ്പോഴും പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ സമൃദ്ധി എന്ന് പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കാറുണ്ട്. അവർ സമൃദ്ധിയുടെ സുവിശേഷമാണ് പറയുന്നത്. സമൃദ്ധിയാണല്ലോ സുവിശേഷം. എന്നാൽ സമൃദ്ധി എന്ന് പറയുന്നത് സാമ്പത്തികമായ ഉയർച്ച മാത്രമല്ല, അതൊരു അടയാളം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം കാറ്റെന്ന് പറയുമ്പോൾ ഇലകൾ ചലിക്കുമ്പോൾ ആ ഇലകൾ ചലിക്കുന്നതല്ല കാറ്റ്, അത് കാറ്റിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഒരാൾ സാമ്പത്തികമായി ഉയർച്ച വരുന്ന ഇറ്റേണൽ ലൈഫ് ഉള്ളത് കൊണ്ട്, അതാ യേശു പറയുന്നത്, ഇതൊന്നും കണ്ട് സന്തോഷിക്കേണ്ട, ഇനിയും വലിയ കാര്യം നടക്കാൻ പോവുക. കാര്യം നിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അച്ചായൻ ഞങ്ങളുടെ ഫെലോഷിപ്പിൽ പണ്ട് വരുമായിരുന്നു. അദ്ദേഹം ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹം എന്തിനാണ് നമ്മുടെ അവിടെ വന്നേ എന്ന് ചോദ്യം ചെയ്യാൻ ചിലർ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്തിരി സമാധാനം തരാമോ നിങ്ങൾ, അങ്ങോട്ട് ഞാൻ വരാം. തനിക്ക് ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ തനിക്ക് സാമ്പത്തികമായ ഒരു കുഴപ്പമില്ല, ആരോഗ്യപരമായ കുഴപ്പമില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. തൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് സമാധാനമാണ്. ആ സമാധാനം ക്രിസ്തു യേശുവിൽ തനിക്ക് ലഭിച്ചു. സോ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാക്കേജ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അതിൻ്റെ പേര് ഷാലോം എന്ന, ഫുൾനെസ് എന്ന. എല്ലാ മേഖലകളിലും അവനിൽ നിന്നും, അവൻ്റെ നിറവിൽ നിന്നും നിറവ്. ഔട്ട് ഓഫ് ഹിസ് ഫുൾനെസ്, ഔട്ട് ഓഫ് ദ ഫുൾനെസ് ഓഫ് ജീസസ് വി ആർ ബീങ് ഫിൽഡ്. അപ്പം എൻ്റെ ഉള്ളിൽ നിത്യജീവൻ വന്നപ്പോൾ ഇതെല്ലാം എൻ്റെ സമയത്ത് വരും. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള എവിടെ അപകടം സംഭവിക്കുന്നത്, പെട്ടെന്ന് പണക്കാരനാകാൻ നോക്കുമ്പോഴാണ്. വിശ്വാസ ജീവിതത്തിൽ വന്ന് സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഇനിയും അത്യാഗ്രഹം. അതാണ് തിമത്തിക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1 തിമത്തി അതിൻ്റെ 6-ാമത്തെ അധ്യായം. 1 തിമത്തി 6-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തുക, ഫോർ ദ ലവ് ഓഫ് മണി, പൈസയോടുള്ള എന്നാ പറയണ്ടേ, അത്യാർത്തി. പൈസ വേണ്ടേ? വേണം. ജീവിക്കാൻ പൈസ വേണ്ടേ? വേണം. അപ്പം പിന്നെയോ അവിടെയാണ് യേശുവിൻ്റെ കർത്താവ് ഉള്ളത് വിശ്വാസം. യേശുവിൻ്റെ കർത്താവായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ഐ വിൽ നോട്ട് ലാക്ക് എനിത്തിങ്. ചിലപ്പോൾ നാളത്തെ കാര്യത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കും, പക്ഷെ നാളെ പ്രഭാതം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ പുതിയ വഴിയും കൂടെ അവിടെ തെളിഞ്ഞു വരും. ഐ വിൽ നോട്ട് ബി forsaken, I will not be shaken. That is peace that surpasses all understanding. സർവ്വ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തു യേശുവിലുള്ള ആശ്രയത്തില്ല. ആ ആശ്രയം എങ്ങനെയാണ് വരുന്നത്? എൻ്റെ അകത്ത് നിത്യജീവൻ ഉണ്ട് എന്ന് ഉള്ളതിൻ്റെ ഉറപ്പാണ്.
For the love of money is the root of all kinds of evil, for which some have strayed from faith in their greediness and pierced themselves with many sorrows. പല കാര്യവും ചെയ്തു എങ്ങനെയും പൈസക്കാരനാകാൻ നോക്കി, ഗ്രീഡിയായി. യഥാർത്ഥമായ ക്രിസ്തു വരുമ്പോൾ ഉണ്ടാകേണ്ടത് കണ്ടൻറ്റുമാണ്. അതാ പൗലോസ് പറയുന്നത്, എനിക്ക് നന്നായിട്ട് ഉള്ളതുപോലെയും ആകാം, അലംഭാവത്തിലും ഇല്ലാത്തതും ഉള്ളതുപോലെയും എല്ലാം ഐ എം കണ്ടൻറ്റ്. എൻ്റെ ഏത് സാഹചര്യത്തിലും എനിക്ക് തൃപ്തിയാണ്. പലപ്പോഴും സംഭവിക്കുന്നത് സമൃദ്ധിൻ്റെ അടയാളം കാണിക്കാൻ ഉള്ള ബാങ്ക് ലോണും എടുത്ത് വണ്ടിയും വാങ്ങിച്ച് വീടും വെച്ച് സമൃദ്ധിയാണെന്ന് കാണിക്കുക. ബാങ്കിൽ ചെന്നപ്പോൾ ഉടനെ അവർ ലോണിങ് തന്നു, കണ്ടില്ല കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. എടാ നിൽക്കേ, കർത്താവിന് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ സ്പീഡ് കൂട്ടാതെ കർത്താവ് ചെയ്യും. ജീവനും ഭക്തിക്കുള്ളത് അകത്ത് ആ നിത്യജീവൻ്റെ കൂടെ ഉണ്ട്. വെയിറ്റ്, ബി പേഷ്യൻറ്റ്. സംഭവിക്കുന്നത് എന്താ, കുറച്ച് നാൾ കഴിയുമ്പോൾ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബാങ്ക് ജപ്തിയായി, വണ്ടി ജപ്തി ചെയ്തു. ഓ കർത്താവ് എന്നോട് എന്നാലും ഇത് ചെയ്തല്ലോ, കർത്താവ് എടുക്കാൻ പറഞ്ഞില്ലല്ലോ. ഗ്രീഡിനെസ്. എന്തിനാ ഇത്? അയൽവക്കത്തെ ആൾക്ക് ആ വണ്ടിയുണ്ട്, ഇപ്പം ഇനി എനിക്കിവിടെ കുറവല്ലേ, ഞാൻ അവർ ചോദിക്കുകയും ചെയ്തു, വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് നിനക്ക് എന്നാ കിട്ടിയെന്ന്. വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് നിനക്ക് എന്നാ കിട്ടി എന്ന് ചോദിക്കുന്നവരോട് മറുപടി പറയണം, നിങ്ങൾ ചിന്തിക്കാത്തത് എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജീവൻ എൻ്റെ അകത്ത് വസിക്കുന്നത്, ദൈവം എന്നിൽ വസിക്കുന്നത്. ഗോഡ് ദ ക്രിയേറ്റർ ഈസ് ലിവിങ് ഇൻസൈഡ് ഓഫ് മീ. എനിക്ക് ഇന്ന് ഒരു കാർ കിട്ടാനും വീട് കിട്ടാനും മകളുടെ കല്യാണത്തിനല്ല ഞാൻ യേശുവിനെ വിശ്വസിച്ചത്. ഞാൻ വന്നത് അതിനായിരിക്കും. പക്ഷേ നാൾക്ക് നാൾ കർത്താവിനെ അറിഞ്ഞപ്പോഴാണ് പിടികിട്ടിയത്, എൻ്റെ ഡയറക്ഷൻ ഓഫ് സൈറ്റ്, എൻ്റെ ഐസൈറ്റ് വാസ് ടോട്ടലി റോങ്. ഞാൻ അതിനല്ലായിരുന്നു, യേശുവിനെ ആയിരുന്നു, എൻ്റെ അകത്തിരിക്കുന്ന നിത്യജീവനെ ആയിരുന്നു പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അതാണ് പൗലോസ് തുടർന്ന് പറയാണ്, ബട്ട് യു ഓ മാൻ ഓ ഗോഡ് ഫ്ലീ ഫ്രം ദിങ്സ്. ഇതിനകത്തുനിന്ന് ഓടിക്കൂ. ആൻഡ് പേഴ്സ്യൂ എന്ന് വെച്ചാൽ പ്രഷറൈസ് യുവർ സെൽഫ് ഫോർ റൈച്ചിയസ്നെസ്, ഗോഡ്ലിനെസ്, ഫെയ്ത്ത്, ലവ്, പേഷ്യൻസ് ആൻഡ് ജെൻറ്റിൽനെസ്. I'll tell you, ഈ വചനം മാറിപ്പോകത്തില്ല. സാമ്പത്തികമായ കാര്യങ്ങൾ ഇന്ന് നോക്ക്, കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും പൈസ ഉണ്ടാക്കണം. ഐ എം വെരി sorrowfully telling you that every place ആ മിഷൻ മൈൻഡഡ്നെസ്, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ചെയ്യുന്ന, ഞാൻ വന്ന സ്കൂൾ was one of the best in India, where every children were taught out of passion. ഇന്ന് ഞാൻ കർത്താവിൻ്റെ കൃപയാൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു ഫൗണ്ടേഷനുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂൾ അവർ പൈസയ്ക്ക് വേണ്ടിയല്ല എന്നെ പഠിപ്പിച്ചത്, എന്നെ ഒരു ലീഡറാക്കാനാണ് പഠിപ്പിച്ചത്. ആ സ്കൂളിലേക്ക് ഞാൻ തിരിച്ചു തന്നു കഴിഞ്ഞ 2-3 വർഷം മുമ്പേ. ആൻഡ് ഐ വാസ് സോ സാഡ്. ദ ഹോൾ പ്ലേസ് ഈസ് കൊമേഴ്ഷ്യലൈസ്ഡ്. ഏക്കർ കണക്കിന് ഭൂമിക്കകത്ത് മുഴുവൻ നിൽക്കാൻ മേലാത്ത കെട്ടിടങ്ങൾ, പിള്ളേരെ കൂട്ടണം. അതിൻ്റെ സ്റ്റാൻഡേർഡ് പോയി. അതിൻ്റെ പിള്ളേർ ഒരു ബ്രോയിലർ ചിക്കൻ പോലെ ഒരു സൈഡിൽ നിന്ന് കോഴിക്കുഞ്ഞ് കേട്ടോ അപ്പുറത്തുനിന്ന് കോഴി എണ്ണേക്കോ. അതായി വിദ്യാഭ്യാസം. ലുക്ക് അറ്റ് എവറി ഏരിയ, ഇറ്റ് ഈസ് ബുച്ചറി. കൊല്ലുക, പൈസ മതി അവർക്ക്. സ്നേഹം എന്ന് പറഞ്ഞ സാധനം പോയി. ബട്ട് ഐ വോണ്ട് ടു ടെൽ യു, ദർ ഇസ് സ്റ്റിൽ ഹോപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് ചെറിയൊരു ഫാമുണ്ട്, പശുവിനെ വളർത്തുന്ന. പാൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദ വേ പീപ്പിൾ ഡു തിങ്സ് ഇസ് അമേസിങ്. ഇതൊക്കെ ചെയ്തോ, ഇതെല്ലാം ഇങ്ങനെ നമ്മളല്ലല്ലോ കുടിക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. കർഷകരോട് ഞാൻ പറയാം, ഒരു പട്ടാളക്കാരെ പോലെയാണ് നിങ്ങളും ഞാനും. ഞാനൊരു കർഷകനാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോയി കളയ്ക്കാനും മറിക്കാനും വെള്ളം ഒഴിക്കാനും പശുവിനെ കുളിപ്പിക്കാൻ. ഐ ലവ് ഇറ്റ്, ഇറ്റ്സ് എ പാഷൻ. പക്ഷേ സോയിലിൻ്റെ പുറത്ത് ഒരു തരി ഫെർട്ടിലൈസർ ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇറ്റ് ഈസ് റേപ്പിംഗ് ദ ലാൻഡ്. എങ്ങനെയും ഉൽപ്പാദനം കൂട്ടി പൈസക്കാരൻ പെട്ടെന്നാകാൻ ഒരു കർഷകൻ ഒരു സോൾജർ പോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പട്ടാളക്കാരൻ കാവൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓർത്ത് നോക്കിക്കാൻ, നമ്മൾ വിഷമല്ല കൊടുക്കേണ്ടത്, ജനങ്ങൾക്ക് നന്മയാണ് കൊടുക്കേണ്ടത്. നല്ല സാധനം ഭക്ഷണം കൊടുക്കണം. ഞാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയാം, ട്രൈ ടു ഗ്രോ യുവർ ഓൺ വെജിറ്റബിൾസ്. ഞാൻ എൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറുക.
നിങ്ങളുടെ വീടുകളിൽ ചാക്കിനകത്ത് ചുമ്മാ കുറച്ച് മണ്ണിട്ട് വെണ്ടയ്ക്ക മുതൽ ചെറിയ കൃഷി ചെയ്ത് ഒന്നില്ലെങ്കിലും നല്ല സാധനം ഭക്ഷിക്കാൻ പറ്റും. അഡൾട്ടറേഷൻ ഈസ് ഗോയിങ് ടു ദിസ് ലിമിറ്റ്. വൈ? ഇന്ന് ഗ്രീഡിനെസ് ഫോർ മണി, പൈസ അതിനെന്തും ചെയ്യാം. എന്നിട്ട് പൗലോസ് താഴെ പറയാം, ഫൈറ്റ് എ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. ഞാൻ തിരിച്ച് ഐ വിൽ കണ്ടിന്യൂ ദിസ്. ഞാൻ വാസ്തവത്തിൽ when I say something, I don't want to be overreactive, but the way education is going, the way the hospitals are going, the way എല്ലാം പോകുന്നത് കണ്ടാൽ എങ്ങനെയും ആ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്ത് സംഭവിച്ചാലും ശരി പൈസ എനിക്ക് കിട്ടണം. വേർ ഇസ് ദിസ് മിഷൻസ്? വേർ ആർ ദി ക്രിസ്ത്യൻ ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ്? എന്നാൽ ഇന്ന് ഞാൻ പറയാം, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നിറഞ്ഞവന് അവൻ്റെ ഉള്ളിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് greed for money. Let that contentment be us, peace be in us. അതാ പൗലോസ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ പൊരുതി നിത്യജീവനെ മുറുകെ പിടിക്കണം. എങ്ങനെയാണ് വിശ്വാസത്തിന്? എൻ്റെ അകത്ത് നിത്യജീവനുണ്ട്, അതിനെ മുറുകെ പിടിക്കണം. അതിൻ്റെ അവസാനമാണ് പറയുന്നത്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഒരു കാര്യം പോയി പറയണം, നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ്രയിക്കാതെ സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിപ്പിക്കും. ദൈവഭയം. നമ്മുടെ യൗവനത്തിൽ പലതും ഇപ്പം ചെയ്ത് കളയാവുന്നുണ്ട്. പക്ഷേ വെയിറ്റ്, ലെറ്റ് us ടേക്ക് കെയർ ഫോർ ഈച്ച് അതർ. ഞാൻ വീണ്ടും നിത്യജീവനെക്കുറിച്ച് തുടർന്നും സംസാരിക്കും. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വരുന്നത്. അത് എൻ്റെ അകത്തുള്ളപ്പോൾ എനിക്ക് ധൈര്യമാണ്. എന്തൊക്കെയാണേലും എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും സംഭവിക്കത്തില്ല. ഒന്ന് എൻ്റെ കൂടെ പറയാമോ? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും പിന്തുടരും. ഞാനോ കർത്താവിൻ്റെ കൂടെ വസിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്. നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പേര് വലുതാകാനായിട്ടല്ല. അവർ ലോകത്തിലെ നോളജ് നിറയണം. അപ്പോൾ തന്നെ അവരുടെ ഇഷ്ടം എന്താണോ അതവർ ചെയ്യട്ടെ. ഗൈഡ് ദം, ലവ് ദം, ഡോണ്ട് പ്രഷറൈസ് ദം. അവരെ സ്നേഹിക്കണം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വരണമേ എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഈ നിത്യജീവൻ നിങ്ങളുടെയും സ്വന്തമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ കർത്താവെ, അതിലധികമായി അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഭാരപ്പെട്ട് നിൽക്കുന്നവർ കർത്താവ് ഉൾക്കണ്ണൊന്ന് പ്രകാശിക്കട്ടെ. നിത്യജീവനകത്തുള്ളവരാകയാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഉറപ്പ് വരട്ടെ. എനിക്കെന്ത് സംഭവിച്ചു, എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അത് പിതാവിനെ ചോദ്യം ചെയ്യുന്ന ചോദ്യമാണല്ലോ. നോ, എൻ്റെ കർത്താവ് യേശുവാന്നുള്ള ആ ഉറപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ എല്ലാം അസ്വസ്ഥതകൾ മാറട്ടെ, അത്ഭുത സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ എന്തിനോ വേണ്ടിയുള്ള പാച്ചിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് യേശു ക്രിസ്തുവിൽ ഞാൻ ആരാന്നു, നിത്യജീവൻ എൻ്റെ ഉള്ളിൽ എന്തിനാ ദൈവം നൽകിയെന്ന് ചിന്തിച്ച് എനിക്ക് കർത്താവെ സകലതും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം പിന്തുടരുന്നുള്ള ഉറപ്പും ദൈവത്തിലുള്ള ആശ്രയവും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കരുണയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒന്ന് പറഞ്ഞേ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ അതിൻ്റെ പുറകെ പോകത്തില്ല, ഞാൻ പിന്തുടരും എന്നല്ല, അതെന്നെ പിന്തുടരും. ഞാനോ കർത്താവിൻ്റെ കൂടെ വസിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരട്ടെ. ലെറ്റ് us ഷോ ലവ് ഫ്രം our heart. മാത്രമല്ല, ഡിസംബർ 31 ഐ ആം റിയലി എക്സൈറ്റഡ്. ഓർത്ത് നോക്കിക്കാൻ, നമ്മൾ ഒന്നിച്ച് നിങ്ങളെവിടെയാണേലും വരണം. ഇതെൻ്റെ പേഴ്സണൽ ഇൻവിറ്റേഷനാണ്, എൻ്റെ പേഴ്സണൽ ക്ഷണക്കത്താണ്. നിങ്ങൾ വരണം. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയോടുള്ള നിങ്ങളുടെ അറ്റസ്റ്റേഷനാണ്. അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായി, ഞങ്ങൾ പറഞ്ഞ വചനം നിങ്ങൾക്ക് ഉപകാരമായി എന്ന് കാണിക്കുന്നതാണ് വരുന്നത്. നെഹ്റു സ്റ്റേഡിയം കോട്ടയത്ത് വൈകുന്നേരം 6 മണി മുതൽ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, ഡിസംബർ 31 മറക്കല്ല. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു വലിയ കുടുംബ സംഗമം. കർത്താവിൻ്റെ നാമം ശുദ്ധമാക്കേണമേ, ഉള്ളം ശുദ്ധമാക്കേണമേ. നിറയ്ക്കണേ നാഥ ആത്മാവിനാലെന്നെ, പണിയുക തിരുക്കരത്താലേ. നിറയ്ക്കണേ നാഥ ആത്മാവിനാലെന്നെ, പണിയുക തിരുക്കരത്താലേ. നിൻഹിതത്താലെന്നെ നടത്തിടേണമേ. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10-ന്. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച വൈകിട്ട് 5:30-നും ശനിയാഴ്ച രാവിലെ 10-നും പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെൻറ്ററിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. Dr. Matthew Kuruvilla in London, December 12, Friday, time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788 307 5018. December 13 and 14, Saturday and Sunday, time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and deliverance meeting. Croydon Tabernacle, 3840 Parsons Mead, West Croydon.